ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിനും കൂടി ഒരു ബിലോ 500 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ റുട്ടീൻ അങ്ങ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പം അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ് കേട്ടോ. കണ്ടോ, ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ്. ക്ലിയേഴ്സ് ആൻഡ് പ്രിവെൻസ് പിമ്പിൾ, ക്ലിനിക്കലി പ്രൂവൻ ആണ്. ഗുഡ്നസ് ഓഫ് 5 പാർട്ട് ഓഫ് നീം എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് 50 ml പ്രോഡക്റ്റിന് 90 റുപ്പീസാണ് കേട്ടോ വരുന്നത്, 90 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് എങ്ങനെ പോയാലും നമ്മൾ മോർണിംഗും ഈവനിങ്ങും നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്കൊരു 4 മാസമൊക്കെ എന്തായാലും നമുക്കിത് നിൽക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ വരുന്നതാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് ഈ ഹിമാലയയുടെ നീം ഫേസ് വാഷ് പറ്റാറില്ലെന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്നിന് ഇത് അലർജിയാണ്. അപ്പം ഞാനിവിടെ ഷോപ്പിൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചിലർ പറയാറുണ്ട് എനിക്കിത് പറ്റില്ല ചേച്ചി, അത് അലർജിയാണെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഹിമാലയ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഈ സെയിം പോലെ തന്നെ വേറൊരു ഫേസ് വാഷാണ് ഈ നൈസ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നൈസയുടെ ഫേസ് വാഷ് ഇതും റേറ്റ് സെയിം ആണ്. ഇത് 60 ml ഉണ്ട് കേട്ടോ. അതായത് ഹിമാലയ 50 ml-നാണ് 90 രൂപ. നൈസയുടെ ഈ ഫേസ് വാഷ് 60 ml-ന് 90 രൂപയാണ്. അപ്പോൾ ഇതിൽ നീമാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിലാണെങ്കിൽ ടീ ട്രീ ഓയിലുണ്ട്, കാർഡമം ഓയിലുണ്ട്, ഓറഞ്ച് ഓയിലുണ്ട്, ലെമൺ ഓയിലുണ്ട്. അപ്പം ഈ ഹിമാലയയുടെ ഇത് പറ്റാത്തവർക്കൊക്കെ ഈ നൈസയുടെ ഫേസ് വാഷ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു. അടുത്ത നമ്മുടെ സ്കിൻ കെയറിൽ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിങ് ആണ്. അപ്പോൾ ടോണർ ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെ ടോണറിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ടോണർ പക്ഷേങ്കിൽ നമ്മളൊരു ടോണർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഒരു 5-8 മാസമൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. ഓരോ ടോണർ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലം ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ബോട്ടിലാണല്ലോ വരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷേങ്കിൽ നമുക്ക് അതിലൂടെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ റോസ് വാട്ടർ. ഉണ്ട്. ഇപ്പോൾ റോസ് വാട്ടർ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ലീഫ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും റോസ് വാട്ടർ മതി. അപ്പോൾ റോസ് വാട്ടർ നമുക്ക് നല്ല അഫോർഡബിൾ ആണ്. അതായത് 100 ml-ന് 60, ഇതിനകത്ത് 60 രൂപയാണ് MRP വരുന്നത്. നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ എല്ലാ പ്രോഡക്ട്സും തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പം അടുത്ത സ്റ്റെപ്പ് ടോണറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നല്ലൊരു ടോണറാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള നല്ല സൂപ്പർബായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടോണറാണ് റോസ് വാട്ടർ. അടുത്തത് വരുന്നത് നമ്മുടെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസറിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പോൺസിൻ്റെ കണ്ടോ, പോൺസിൻ്റെ ഹൈഡ്രാ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഓയിലി സ്കിൻകാർക്കാണ്. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ജെൽ ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 റുപ്പീസാണ്. 25 ml-ന് 75 രൂപയാണ് വരുന്നത്. പക്ഷേങ്കിൽ ഇത് ഓയിലി സ്കിൻകാർക്ക് മാത്രമല്ല ഡ്രൈ സ്കിന്നുകാർക്കും നന്നായിട്ട് തന്നെ വർക്കാവുന്നൊരു മോയ്സ്ചറൈസറാണ്. കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ പ്ലമ്മിൻ്റെ ഈ സെയിം ജെൽ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ സ്കിന്നിന് അത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓയിലി സ്കിന്നുകാർക്കാണ് കേട്ടോ മെയിനായിട്ട് പറഞ്ഞത്. എല്ലാ സ്കിന്നുകാർക്കും ഓക്കെയാണ്, എന്നാലും നമ്മളിത് മെയിൻലി ഓയിലി സ്കിന്നുകാർക്കാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോൺസിൻ്റെ തന്നെ സെയിം മോയ്സ്ചറൈസർ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രീമി ടൈപ്പ് ടെക്സ്ചറാണ്. അപ്പം നോർമൽ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം റേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 500 ബിലോ ആണ് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എല്ലാം റേറ്റ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കൊരു 400 സംതിങ്ങേ വരുന്നുള്ളൂ, 500 ബിലോ ആണ് വരിക. പിന്നെ ഇതിന് ഞാൻ സെപ്പറേറ്റ് ഒരു 2 ക്രീമും കൂടെ കാണിച്ചു തരാം. നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ. വാസ്ലിൻ്റെ ക്ലൗഡ് സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലൈറ്റ് മോയ്സ്ചറൈസർ സെറമൈഡും ഹൈൽഡ്രോണും ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതിന് 55 രൂപയാണ് കേട്ടോ, 55 റുപ്പീസാണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ സൂപ്പർബായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ചില സമയത്ത് തീരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രോഡക്റ്റ് മാത്രം തീരുമ്പം അത് തന്നെ ഓർഡർ ചെയ്യാണ്ട് 1-2 പ്രോഡക്റ്റ് കൂടെ തീരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഷോർട്ട് വരും കേട്ടോ. അപ്പം യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, സൂപ്പർബാണ് ഡ്രൈ സ്കിന്നുകാർക്ക് കേട്ടോ. അതേപോലെ തന്നെ ലാക്മിയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞ് ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഒന്ന് കൂടിയതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ 69 രൂപയാണ്. കുറച്ച് മുന്നേ 55 അത്ര എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം കൂടിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്കാണെങ്കിലും കൂടിയിട്ടുണ്ട് കേട്ടോ. യൂസ് കൂടുമ്പോൾ അതിൻ്റെ റേറ്റ് അവർ കൂട്ടുമല്ലോ, സ്വാഭാവികം.
അപ്പം അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസാണ്. അപ്പം നമ്മുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മുടെ ക്ലെൻസിങ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോണിങ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസറാണ്. ഇനി നമ്മുടെ 4th സ്റ്റെപ്പ് വരുന്നത് സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീൻ എന്താ പറയുക, ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് കീസോളിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഞാൻ ഇത് കഴിഞ്ഞൊരു ഷോർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സൺസ്ക്രീൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് 50 ഗ്രാം പ്രോഡക്റ്റിന് 259 രൂപയാണ് MRP. അപ്പോൾ നമ്മളിത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. അതായത് വേറൊരു സൺസ്ക്രീൻ ഇപ്പം എന്താ പറയുക, ലാക്മി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ, അക്വലോജിക്ക, അങ്ങനെ കുറേ. അപ്പം അതിൻ്റെയൊക്കെ സൺസ്ക്രീൻ വെച്ച് നോക്കുമ്പം ഇത് ഭയങ്കര അഫോർഡബിളാണ്. കാരണം അതിൻ്റെയൊക്കെ സൺസ്ക്രീന് 450, 499 അല്ലെങ്കിൽ 399 ആ റേറ്റിലൊക്കെയല്ലേ വരുന്നത്. അപ്പം ഇത് സെയിം അത്രയും തന്നെ 50 ഗ്രാമും അതേപോലെ തന്നെ SPF 50+, PA+++. അപ്പം ഇത് അങ്ങനെ എല്ലാം ആണ്. അപ്പം ഈ റേറ്റിൽ ഇത് നല്ല സൂപ്പർബാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, സെറ്റ് പ്രൂഫാണ്, ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ് കേട്ടോ. അപ്പം ഇതൊരു ബഡ്ജറ്റ് റേറ്റിലുള്ള സൺസ്ക്രീനാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പം ഈ 4 സ്റ്റെപ്പാണ് നമ്മൾ മെയിനായിട്ട് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് എന്താ പറയുക, ഒരു സെക്കൻഡറി ഓപ്ഷനാണ്. നമുക്ക് എന്താണ് ഫേസിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സെറവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ സെറം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ 500 ബഡ്ജറ്റിൽ നിൽക്കില്ല, കുറച്ചും കൂടെ സെറത്തിൻ്റെ എമൗണ്ടും കൂടെ എക്സ്ട്രാ വരും. പക്ഷേ അത് നിർബന്ധമില്ല. എന്തെങ്കിലുമൊക്കെ സ്കിൻ കൺസേൺ ഉണ്ടാവുമല്ലോ, ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ ആക്നെ സ്കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ എന്താണ് ഒരു സെറവും കൂടെ നമ്മുടെ സ്കിന്നിന് പറ്റും. ഞാൻ ഈ കടയിലിരുന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടികളുടെയൊക്കെ സൗണ്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം എനിക്ക് വീട്ടിലിരുന്ന് വീഡിയോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ സെറത്തിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ കൺസേൺ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ആക്നെ സ്കാർ, ഇപ്പം പിഗ്മെൻറ്റേഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു സെറവും കൂടെ നമ്മുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 500 എന്നുള്ളതിന് കുറച്ചും കൂടെ സെറത്തിൻ്റെ റേറ്റും കൂടെ വരും. പക്ഷെങ്കിൽ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും, ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ചിലരൊക്കെ നല്ല ഹൈ എൻഡ് ബ്രാൻഡൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ എന്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, പിന്നെ അത് മടിയായി, ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കാരണം നമ്മൾ മറന്നുപോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോയിൽ, എൻ്റെ ഞാൻ മുന്നേ ചെയ്ത സ്കിൻ കെയർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്കിൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ സ്കിന്നിൽ ഈ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷനും പിന്നെ എന്താണ് സ്കാർസും അങ്ങനെ പല പല പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയെങ്കിലും ഒന്ന് ബെറ്റർ ആയത്. ഇപ്പോഴും പല പല പ്രശ്നങ്ങൾ എനിക്കുണ്ട്, എന്നാൽ പോലും എൻ്റെ നേരത്തെ സ്കിന്ന് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഫാർ ബെറ്ററാണ് കേട്ടോ. സ്കിന്ന് ഫാർ ബെറ്ററാണ്. അപ്പം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഉള്ളത്, നമ്മുടെ ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റാണ്. പല പല സ്കിന്നായിരിക്കും ഓരോരുത്തർക്ക് ഉണ്ടാവുക. ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇന്ന പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അവർ റെക്കമെൻഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്കത് വർക്ക് ചെയ്യണമെന്നില്ല. കാരണം നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ പറ്റുന്ന പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളതിൽ സ്റ്റക്ക് ചെയ്യുക. അപ്പോൾ ബഡ്ജറ്റ് റേറ്റിൽ ആരെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചിരുന്ന പ്രോഡക്റ്റ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രോഡക്റ്റ്സൊന്നും എല്ലാവർക്കും വർക്ക് ചെയ്യില്ല, എന്നാലും ഒരുവിധം ആൾക്കാർക്കെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ് കേട്ടോ. നമ്മുടെ ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു 500 എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾക്കൊരു എങ്ങനെ പോയാലും ഒരു 3 മന്ത് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം 3 മന്തിലേക്ക് ഒരു 500 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.